വേനൽക്കാലത്തെ വന്യജീവി ആക്രമണങ്ങൾ അന്തർ സംസ്ഥാന സഹകരണത്തോടെ നേരിടാൻ കേരളം. ദക്ഷിണേന്ത്യൻ വനമന്ത്രിമാരുടെ യോഗം ചേരുക കേരളത്തിലായിരിക്കും. സൗകര്യപ്രദമായ സമയം അറിയിക്കാൻ കർണാടക, തമിഴ്നാട് വനം വകുപ്പുകളോട് കേരളം ആവശ്യപ്പെട്ടു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് എ വി ജയശങ്കർ ഉണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. ജയശങ്കർ, ഇക്കാര്യത്തിൽ എന്താണ് കേരളം ലക്ഷ്യമിടുന്നത് ഇങ്ങനെയൊരു കൂട്ടായ യോഗത്തിലൂടെ? ജയശങ്കർ, അതായത് ഉന്മേഷ സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത വന്യജീവി ആക്രമണങ്ങളാണ് നേരിടുന്നത്. വേനൽക്കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ വന്യജീവികൾ വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. കേരളം, കർണാടക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപ് തുടങ്ങിവെച്ച അന്തർ സംസ്ഥാന സഹകരണം ഈ വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ പ്രയോജനപ്പെടുത്താനാണ് നിലവിൽ കേരളത്തിൻ്റെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വനമന്ത്രിമാരുടെ യോഗം കേരളത്തിൽ വെച്ച് നടത്തും. ഇതുമായി ബന്ധപ്പെട്ട കേരളം, തമിഴ്നാട്, കർണാടക വനമന്ത്രിമാരോട് സമയം അറിയിക്കാൻ വേണ്ടി ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ ഒരു ഡേറ്റ് നൽകുന്നതനുസരിച്ച് യോഗം ചേരാനാണ് നിലവിലെ തീരുമാനം. മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു യോഗം നടന്നത് കർണാടകയിൽ വെച്ചാണ്. കർണാടകയിൽ കേരളത്തിൻ്റെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെ പങ്കെടുത്തു. അതിനുശേഷം ഈ മന്ത്രിതല യോഗങ്ങൾ നടന്നിട്ടില്ല. ഈ ഉദ്യോഗസ്ഥ തല യോഗങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെന്നും അതിൽ അവലോകനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി കാര്യക്ഷമമാക്കാൻ ഈ വേനൽക്കാലം ഉൾപ്പെടെ വരുമ്പോൾ വനാതിർത്തികൾ, ഈ സംസ്ഥാന അതിർത്തികൾ കടന്ന് വന്യമൃഗങ്ങൾ സഞ്ചരിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി കാര്യക്ഷമമായി ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ സഹകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിൽ ഒരുങ്ങുന്നത്. എന്തായാലും ഈ യോഗത്തിന്റെ തീയതി ഈ നിയമസഭാ സമ്മേളനം ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസമായിരിക്കും നിശ്ചയിക്കുക. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി സഹകരണത്തോടുകൂടി വന്യജീവി ആക്രമണം പ്രതിരോധിക്കാനാണ് കേരളത്തിന്റെ നിലവിലെ തീരുമാനം. ഉന്മേഷ്, ശരി. എ വി ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.